ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വല് ഈ അടുത്തൊന്നും എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്ര അടിപൊളിയായിരുന്നു സൺറൈസ്. ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ പോയിട്ടും റീക്ക് കുറച്ചും കൂടി ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷെ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് സൺറൈസ് ഇത്ര ഭംഗിയായിട്ട്, കാരണം നമ്മൾ ഈ കന്യാകുമാരിയിലൊക്കെ ഉള്ളത് കാണാൻ ശ്രമിച്ചിട്ടുള്ളൂ. അന്നൊന്നും അത്രയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ അറിയാതെ സത്യത്തിൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നത്. പക്ഷെ വീഡിയോ എടുത്തെടുത്ത് വരുമ്പോ ഈ സംഭവം ഇങ്ങനെ ഭംഗി വരുമ്പോഴല്ല ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ. അത് എനിക്ക് എത്ര പറയാൻ പറ്റുന്ന സംഭവം കേട്ടു ഒരു രക്ഷയില്ല. ഇത് 100% worth. അടിപൊളി. രാവിലെ തന്നെ ഒരുപാട് പേര് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ ചുറ്റും നടക്കാതെയാണല്ലേ, നല്ല രസമാണ് കേട്ടോ. അതെ, കുറച്ച് പേര് വെള്ളത്തിലൊക്കെ കാലിട്ടിരിക്കുന്നു. ഇതൊക്കെ വല്ലാത്ത ഫീലാണ് കേട്ടോ. സംഭവം ഒന്നും പറയാനില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥിരം കാണുന്ന പരിപാടികളൊന്നുമല്ല കാണുന്നത്. വേറൊരു മൊത്തത്തിൽ ഒരു പൊളി വൈബ് തന്നെയാണ്. ഇതിൻ്റെ അപ്പർ ഡെക്കിലാണ്. ഈ അപ്പർ ഡെക്കിൽ തന്നെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ കാറ്റാണ്, എത്രത്തോളം ശബ്ദം കിട്ടുമെന്ന് അറിയില്ല. പിന്നെ നമ്മളെ പുതിയ മൈക്ക് വേറെ ലെവലാണ്, നന്നായിട്ട് അത് ക്യാച്ച് ചെയ്യേണ്ടതെന്ന് തോന്നണം. ഭയങ്കര രസമാണ് കേട്ടോ. ഇപ്പോൾ ഇതുണ്ടല്ലേ, നടുക്കടലിൽ നിന്നൊക്കെ കേട്ടിട്ടല്ലോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഷിപ്പിൽ പോകുന്നത്. നമ്മൾ വിയറ്റ്നാമിലൊക്കെ കാര്യം കടലിലാണ് പോയെങ്കിലും അതൊരു യാച്ചാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര ഭയങ്കര വലിയ ഫീൽ, ഒരു ഭീകരനായൊരു സംഭവമാണ് ഇതിൽ നമ്മൾ പോണത്. ഒരു പക്ഷേ ഇതിനേക്കാളൊക്കെ ലക്ഷറി ആയിട്ടുള്ള വേറെ ഷിപ്പുകളുണ്ടാവും. നമ്മൾ പോകാത്തതുകൊണ്ട് നമുക്കതൊന്നും വലിയ ലക്ഷറി അല്ല. ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇന്നലത്തെ ഒരു ദിവസം നമ്മൾ മൊത്തത്തിൽ ഫുഡ് കഴിക്കലാണെങ്കിലും മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. പിന്നെ അവർക്ക് പോർട്ട് വിട്ടാൽ മാത്രമാണ് കാസിനോ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ, അതേപോലെ തന്നെ ബാർ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 11 മണിക്ക് ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഓൾമോസ്റ്റ് 11:30 ഒക്കെ ആയപ്പോഴത്തേനും ചെക്ക് ഇൻ ചെയ്തു. വളരെ ഈസി ആയിരുന്നു, തിരക്കുണ്ടായിരുന്നില്ല, പെട്ടെന്ന് കയറി. അതേസമയം ഒരു 4-4:30 മണിക്കാണ് ഈ ഷിപ്പ് എടുക്കുക. അതുവരെ നിങ്ങൾക്ക് അതിനുള്ള ടൈമുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് ബോംബെക്കൊക്കെ ഇറങ്ങി, കുറച്ച് ടീമാണെങ്കിൽ ബോംബെക്ക് ഇറങ്ങി വരാം. അത്രയും ധൃതി പിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് അത്ര ബോറടിക്കില്ല. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ സംഭവം ഒരു പരിപാടിയാണ്. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഭയങ്കര രസമാണ്. ഇതെനിക്ക് എത്രത്തോളം നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നറിയില്ല. പിന്നെ ഈ ഞാൻ ഒരു രക്ഷയില്ല എന്നുള്ള ഡയലോഗ് പറയുന്നില്ല എന്ന് മാത്രം. പക്ഷേ ഒരു രക്ഷയില്ല, സത്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇത് അപ്പർ ഡെക്കിൻ്റെ ഏറ്റവും ടോപ്പ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, ഇതാണ് അപ്പർ ഡെക്ക്. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇതുപോലെ സൺറൈസ് കാണാനും സൺസെറ്റ് കാണാനും ഒക്കെ സാധിക്കും. ഒരു രസകരമായിട്ടുള്ള മൂഡ് തന്നെയാണ്, ഒന്നും പറയാനില്ല. ഇനി ഒന്നും പറയാനില്ല എന്നുള്ളത് പറയുക തന്നെ ചെയ്തു, വേറെ ഓപ്ഷനില്ല. രാജ്മോഹൻ, ഹരിയണ്ണ, സൺറൈസ് ഉണ്ടോ? ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചു തരാം. ശ്രീകുമാർ സാർ നമസ്കാരം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? കുഴപ്പമില്ലാത്ത പോലെ പോകുന്നു അല്ലേ? നമുക്ക് ജോയ്ഫുള്ളാണ്. പിന്നെ നമുക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയത്. ഇതുവരെ നമ്മൾ പല ടൂറിന് പോയി, ഇവിടെ ഇത് നമുക്ക് ഡിഫറൻസ്. പിന്നെ എല്ലാവരും പറഞ്ഞുള്ള അറിവുള്ള ആഡംബര കപ്പൽ എന്താണെന്ന് നമ്മൾ കണ്ടു. ഒരു ഹോട്ടലിനകത്ത് താമസിക്കുന്ന പോലെ ഉള്ളൂ. ഈ ഒരു മെഷീനിലൂടെ ഇങ്ങനെ ഫുൾ ടൈം ചായയും കോഫിയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ? ക്യൂ നിന്ന് മേടിക്കണമെന്ന് മാത്രം. പക്ഷെ നമുക്ക് തിരക്കില്ലാണ്ട് കുറച്ച് ധൃതി ഇല്ലാണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമുള്ളൂ. ഇവിടെ കട്ടൻ വരും. വേണം പാല് വേണ്ടവർക്ക് പാലെടുക്കാം. പാലെടുത്ത ടീ ബാഗ് വേണമെങ്കിൽ എടുത്താൽ ടീ ബാഗ്. ഇതിപ്പോൾ ഇവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളത് നമ്മളുടെ കോഫിയാണ്. സോ ചായ വേണമെങ്കിൽ ടീ ബാഗ് എടുക്കുക, സാധനം സെറ്റ് ചെയ്യുക, കുടിക്കുക. അതെന്നെ പരിപാടി. ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ടാവുന്നത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിക്കാണ്.
8 മണിക്ക് ഇവിടെ ഫുഡ് കോർട്ട് ഓപ്പൺ ആവും. വേറെയും റെസ്റ്റോറൻറ്റ്സ് ഇവിടെ ഉണ്ട്. സോ ഫിഫ്ത്ത്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലോബി എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ കയറി വന്നതൊക്കെ ഇവിടെ നിന്ന് കയറി വന്നു. ഇവിടെ കുറേ ഇത് കണ്ടില്ലേ, ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഈ ചോപ്പ് സ്റ്റിക്ക് ഇവിടെ ഉണ്ട്. ദി ചെയർമാൻസ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആയിരുന്നു നല്ല പ്രോഗ്രാമും പരിപാടികളൊക്കെ നടന്ന് കാണിച്ചിട്ടാണ്. ഇവിടെ ആയിരുന്നു ഫുൾ പാട്ടും പരിപാടികളും. ഗ്രാൻഡ് പിയാനോ ഒക്കെ ഇരിക്കണുണ്ടോ. സോ ഇവിടെ ഫുൾ പരിപാടികളും ഡാൻസും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. അത് മുകളിലും ഉണ്ടായിരുന്നു. മുകളിൽ DJ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ. സോ ഇതാണ് ലോബി. ഇവിടെ നമുക്ക് എന്ത് കൊറീസ് കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവരോട് ചോദിച്ചിട്ട് പൈസ ഒഴിച്ച് ബാക്കി എല്ലാ സപ്പോർട്ടും ചെയ്തു തരും. ഇനി ഞാൻ ഇവിടെ 2-3 റെസ്റ്റോറൻറ്റ്സ് വേറെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എനിക്ക് 1, 2, 3 റെസ്റ്റോറൻറ്റ്സിലായിട്ടാണ് നമ്മുടെ ഫുഡ് പരിപാടികൾ നടക്കുന്നത്. അതിന് ഓരോന്നിനും പക്ക ഒരു പ്ലാനും ഒക്കെ പരിപാടികളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലിക്കർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ബീവറേജ് അൺലിമിറ്റഡ് ആണ്. ബിയർ, ഡ്രിങ്ക്സ്, നിങ്ങൾക്ക് ഏത് ഡ്രിങ്ക്സ് വേണമെങ്കിലും എടുക്കാം. സോ ഇവിടെയൊക്കെ കൊണ്ടുവന്നിരുന്ന് ഇങ്ങനെ കഴിക്കാം. അങ്ങനത്തെ കുറേ പരിപാടികൾ. സ്റ്റാർലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ്. ഇവിടെ ഇത് വെജാണ്. ഇവിടെ 7:30 ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. സോ വെജ്. തൊട്ട് താഴെയുള്ളത് നോൺ വെജ്. ഇത് 5th ഫ്ലോറിൽ. ഇവിടെ വെജെന്ന് മാത്രമല്ല വെജും ജെയിനും വേണ്ടിയിട്ടുള്ള ഫുഡ് മുഴുവൻ ഇവിടെയാണ്. സോ ഇത് അവർക്ക് വേണ്ടി മാത്രമുള്ള ഫുഡ് ഇവിടെ കിട്ടുന്ന വെജ് ആൻഡ് ജെയിൻ. സോ അതൊരു നല്ല പരിപാടി. ഇവിടെ നമ്മൾ നോൺ വെജ് ആരെയും വിടാറില്ല. സോ നമ്മളല്ല, അവർ വിടാറില്ല. ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇത്തിരി ഓവറായി പോകണം, കാര്യമാക്കണ്ട. അതുപോലെ തന്നെ ജസ്റ്റ് താഴേക്കിറങ്ങിയാൽ നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഹായ്. 7:30 ഇവിടെ സ്റ്റാർട്ടാവും. സോ കണ്ടില്ലേ, ആൾക്കാർ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി. പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ക്യൂ നിന്ന് വേണം. പക്ഷേ ഇപ്പോൾ ഇവിടെ ആരും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ടിരുന്ന് കഴിക്കാം. ഒരുപാട് സ്പ്രെഡ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇത് ഇഡ്ഡലി ഉണ്ട്, സാമ്പാറുണ്ട്, ഒനിയൻ ചില്ലി ഊത്തപ്പം ഉണ്ട്, ആലു പറാത്ത ഉണ്ട്, വെജിറ്റബിൾ റവ ഉപ്മാവുണ്ട്, മെതുവടയുണ്ട്, വട, ഓട്സിൻ്റെ കഞ്ഞി, ചോക്ലേറ്റ് പാൻ കേക്ക്, ഗ്രിൽഡ് ചിക്കൻ സോസേജ് ഉണ്ട്, മസാല ഓംലെറ്റ് ഉണ്ട്, പിന്നെ ബോയിൽഡ് എഗ് ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്, പിന്നെ ചീസ് പ്ലാറ്റർ വെച്ചിട്ടുണ്ട്, പ്ലെയിൻ കേർഡ്, ചട്നി, സാമ്പാർ, അച്ചാർ, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. ഇതിൻ്റെ ബാക്കിലേക്കാണ് കാണാൻ പോകുന്നത്. ഉണ്ടോ? എൻ്റെ ദൈവമേ! അയ്യോ, ഇന്നലെ ഞങ്ങൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച പക്ഷെ ഒന്നും ഫീൽ ചെയ്തില്ല. അയ്യോ, ഇത് ഹെവി. ഞങ്ങൾ ആക്ച്വലി ഇന്നലെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു. കാരണം അത് പോർട്ടിലായിരുന്നു. ലഞ്ച് കഴിച്ചപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചു. അപ്പോൾ കണ്ടു, ഓക്കെ ഫൈൻ, അങ്ങനെയൊക്കെ എത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് വേറൊരു ഫീൽ കണ്ടോ. ഷിപ്പിൻ്റെ ബാക്കാണ്. ഏയ് കൊള്ളാം, നൈസ്. കണ്ടോ, കൊള്ളാം അല്ലേ? ഇതാണ് കാസിനോ. ഇത് നമ്മളുടെ 6th ഫ്ലോറിലാണ്. ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല, ഫോട്ടോ എടുക്കാൻ പോലും സമ്മതിക്കില്ല. നമ്മൾ ഗോവയിൽ പോയപ്പോഴും ഒക്കെ അത് നോക്കിയിട്ടുണ്ട്. നമ്മളെ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം അത് അങ്ങനെ പാടില്ലല്ലോ. ഒരുപാട് പേര്, നമ്മളൊക്കെ ചുമ്മാ രസകരമായിട്ട് വന്നിരുന്ന് കളിക്കുന്നതാണ്. പക്ഷേ വളരെ സീരിയസ് ആയിട്ട് വന്ന് കളിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാവും. കുറേ ഷോപ്സ് ഉണ്ട്. 6th ഉണ്ട് കേട്ടോ, പെർഫ്യൂംസും അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സും പരിപാടികളും ഡ്രസ്സും ഒക്കെ ഉണ്ട്. കൊല കത്തിയായിരിക്കും. പുറത്തേക്ക് പോവാം. കണ്ടോ?
ടൈറ്റാനിക് സിനിമയിൽ സാധനം പോയി ഇടിക്കുമല്ലോ, ഷിപ്പ് ഇടിച്ച് അതിങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുറേ പേര് രക്ഷപ്പെടാനായിട്ട്, അപ്പോൾ വലിയ VIP കളാണുള്ളവരെ രക്ഷിക്കാനായിട്ട് അവരുടെ ശ്രമം നടക്കും. ആ ശ്രമം നടക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ബോട്ടുകൾ താഴേക്ക് ഇറക്കിയിട്ടാണ് അതിലാണ് നമ്മൾ കയറി രക്ഷപ്പെടുന്നത്. അപ്പോൾ അതിൽ എല്ലാവർക്കും പോകാനുള്ള ബോട്ട് ഇതിലുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ബോട്ടുകളാണ് ഇതിൻ്റെ കണ്ടോ, കുറേ ഇരിക്കണുണ്ടോ, കുറേ അതിങ്ങനെ കുറേ ബോട്ടുകൾ അവിടെ ഉണ്ട്. സോ അതിലാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത്. ഇന്നലെ ഇവിടെ ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ സെറ്റപ്പായി കാണുന്നത്. അങ്ങനെ നമുക്ക് സാധ്യതകളുണ്ട് കേട്ടോ. എന്തെങ്കിലും നമ്മുടെ മാരേജ് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് നമുക്ക് സെറ്റ് ചെയ്ത് ചെയ്യാം. സോ നമ്മൾ നേരത്തെ കണ്ട റെസ്റ്റോറൻറ്റിൻ്റെ മുകളിലെ ഭാഗമാണ് കേട്ടോ. ഇത് ഇന്നത്തേക്കാണ്, ഇന്നലെ ഒരു മാരേജ് ഉണ്ടായിരുന്നു. മാരേജ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ചെയ്യാം, കണ്ടില്ലേ? ഫുൾ മാരേജ് സെറ്റപ്പ്. അപ്പോൾ ഇവിടെ ഒരു കല്യാണം നടത്തുവാണെങ്കിൽ ഭയങ്കര ഫീൽ ആയിരിക്കും. സോ ഇവിടെ ചെറുക്കനും പെണ്ണൊക്കെ ഇരിക്കും. സോ കണ്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ കടല്, കൊള്ളാം, നൈസ്. ഇന്നാണ് കല്യാണം. വെൽക്കം ടു ദ വെഡിങ് ഓഫ് അനുശ്രീ ആൻഡ് അവിനാഷ്. യെസ്. കണക്ഷൻസ് എന്താണ് കണക്ഷൻസ്? ഇതും റെസ്റ്റോറൻറ്റ്. ഇതും റെസ്റ്റോറൻറ്റ്സ്, ബാർ റെസ്റ്റോറൻറ്റ്. യോഗ. ഇവിടെ നമുക്ക് ആർക്കാണെങ്കിൽ യോഗ ക്ലാസ് ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള സ്പേസാണ് ഇവിടെ. യോഗ ക്ലാസ്സാണ്. സോ നമുക്ക് വേണ്ട. വെരി ഗുഡ്. ആക്ച്വലി ഇവിടെ യോഗ ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വരുമ്പോൾ അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇൻസ്ട്രക്ടർ മാത്രം. അത് കഴിഞ്ഞപ്പോൾ ഒരു ഫോറിനർ വന്നപ്പോഴത്തേനും അദ്ദേഹം യോഗ മാറ്റുകൾ വെച്ചിട്ടുണ്ട്, അതെടുത്ത് കൊടുത്തു. അവർ കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആണല്ലോ. സോ അദ്ദേഹം ബോഡി വെച്ചിരിക്കണം, അങ്ങനെ തന്നെയാണ് സംഭവം. അടിപൊളിയാണ്. ഇവിടെയാണ് കേട്ടോ മറ്റേ റോക്ക് ക്ലൈംബിങ്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ അപ്പർ ഡെക്കിലുള്ള ഈ പൂളുകൾ. ഇവിടെ കിഡ്സ് പൂളുണ്ട്, അതേപോലെ തന്നെ നമുക്ക് അഡൾട്ട് പൂളുകളുണ്ട്, അതേപോലെ തന്നെ ജക്കൂസി. അത് ഇതാക്കണ്ടില്ലേ, പിള്ളേർ കളിക്കാനൊക്കെ ആയിട്ട് ജക്കൂസി ഉണ്ട്. സോ പിള്ളേർക്കൊക്കെ ഒരു അടിച്ചു പൊളിക്കാനും എൻ്റർടൈൻ ആവാനുള്ള സാധനങ്ങളൊക്കെ അവർ കളിക്കാനൊക്കെ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അഡൾട്ടിനുള്ള പൂളാണെങ്കിലും അഡൾട്ടിൻ്റെ പൂളും അത്യാവശ്യം ഡെപ്ത് ഉള്ളതാണ്. സോ അങ്ങനെയൊക്കെ കൊള്ളാം. പിന്നെ എനിക്ക് ഒരു നല്ല കാര്യമായിട്ട് തോന്നിയത്, ഇവിടെ ഫാമിലി ആയിട്ട് വരുമ്പോൾ കുട്ടികളെ വേണമെങ്കിൽ ഒരു കിഡ്സ് ഏരിയയിൽ നമുക്കൊരു അവിടെ ഇപ്പം നമ്മളിത് ഉദാഹരണം നമ്മൾ ഡേ കെയറിലൊക്കെ വിടുന്ന പോലെ അവർക്ക് പിള്ളേർക്ക് കളിക്കാനായിട്ട് ഒരു സ്പേസ്. സോ അത് വളരെ ക്ലോസ്ഡ് ആയിട്ട് അവിടെ അവരെ നോക്കാൻ ടേക്ക് കെയർ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള കെയർ ടേക്കേഴ്സും അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്പേസ്. അവിടെ നമുക്ക് നമ്മളുടെ കുട്ടീനെ 1 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെയൊക്കെ വിടാം. സോ നമ്മൾ അവിടെ പോയിട്ട് എഴുതി കൊടുത്ത് നമ്മൾ അവരെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ മതി. സോ നമ്മളുടെ കൂട്ടത്തിൽ 2-3 പിള്ളേരുണ്ടായിരുന്നു. ഞങ്ങൾ ചുമ്മാ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ടുപോയി വിട്ടു. ശ്രീരജിതയുടെ 2 പിള്ളേരും അതേപോലെ തന്നെ നമ്മളുടെ ആതിരയുടെ മോളും. അങ്ങനെ അവരെ ഞങ്ങൾ അവിടെ വിട്ടിട്ട് പിന്നെ കനേഷിൻ്റെ മോളും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഞങ്ങളവിടെ വിട്ടു. അവർക്ക് ഭയങ്കര രസമായിരുന്നു. അവർ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും, അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കും. അങ്ങനെ മൊത്തത്തിൽ രസകരമായിട്ടുള്ളൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി. ഇങ്ങനെയൊക്കെ കാരണം ആ സമയത്ത് ഈ പാരൻസിന് അവർക്ക് അവരുടേതായ രീതിയിൽ എൻജോയ് ചെയ്ത് നടക്കാനും പറ്റും. അതൊരു നല്ല കാര്യമായി തോന്നി. പിന്നെ ആസ് യൂഷ്വൽ സ്പാ ഉണ്ട്. സ്പാ കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷെ എന്നാൽ പോലും പോകുന്നവരുണ്ട്. അവർക്ക് സ്ലോട്ടുകളൊക്കെ കുറവായിരുന്നു. സ്പാ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ ആർട്ട് വർക്കുകൾ, എന്തെങ്കിലും പേപ്പർ വെച്ചിട്ടുള്ള ഉണ്ടാക്കുന്നതും അങ്ങനെയുള്ള കുറേ ഗെയിംസും ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ കുട്ടികളെ എൻഗേജ്ഡ് ആക്കാനുള്ള പല പരിപാടികളും അവരവിടെ പല സ്ഥലങ്ങളിലായിട്ട് സെറ്റ് ചെയ്തിരുന്നു. അത് രസകരമായിട്ട് തോന്നി. അതിന് വേണ്ടിയിട്ടൊരു ഒരു എന്താ പറയുക, ഒരു ഹോസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ഹോസ്റ്റ് അവർ വന്നിട്ട് ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അവർക്ക് ഭയങ്കര രസമാണ്. രസകരമായിട്ടുള്ള പല സാധനങ്ങളാണ് ഉണ്ടാക്കിച്ചത്. അതും ഒരു നല്ല കാര്യമാണ്. കുട്ടികൾക്ക് മാക്സിമം എൻ്റർടൈൻ ആവാൻ അല്ലെങ്കിൽ അവർക്ക് ബോറടിക്കാത്ത രീതിയിലുള്ള പരിപാടികളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പോയത്
ഒരു ഗംഭീര ഷോയിലേക്കാണ്. ബെല്ലെ ബെല്ലെ എന്നാണ് ഈ ഷോയുടെ പേര്. എൻ്റെ പൊന്നു മോനെ, ഇത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 2.5 മണിക്കൂർ, ഒരു സിനിമയുടെ ദൈർഘ്യമുള്ള ഒരു ആക്ട്. അത് ഒരു സിനിമ പോലെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ആർട്ടിസ്റ്റുകളും സിനിമ പോലെ ഒരു സിനിമ എങ്ങനെയാണോ ഒരു സിനിമ തുടങ്ങി അതിനൊരു കഥ, അതിനൊരു ടൈലുണ്ട്, അങ്ങനെയുള്ള എല്ലാം ഉണ്ടായിരുന്നു. സോങ്സ് ഉണ്ട്. പക്ഷേ നമുക്കിതെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്കുള്ള ഷൂട്ട് ചെയ്ത് നിങ്ങളൊന്ന് ജസ്റ്റ് കാണിക്കാം. അത്ര രസകരമായിട്ടുള്ള ഫുള്ളായിരുന്നു. ബെല്ലെ ബെല്ലെ നമുക്ക് 2-3 തവണ കണ്ടാലും നമുക്ക് ബോറടിക്കില്ല. അത്ര ലൈവായിട്ടാണ് അവർ ചെയ്തത്. എന്തൊരു രസമാണെന്നറിയാം. ഗംഭീര ഷോ ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഒരു സിനിമ കാണുന്ന പോലെ തന്നെയായിരുന്നു. ഒരു കംപ്ലീറ്റ് ഒരു സിനിമ, വേറെ ലെവൽ. നിങ്ങൾ കാണുന്നത് റിയലായിട്ടുള്ളൊരു കാര്യമാണ് കല്യാണം. ഞാൻ നേരത്തെ ഇതിൻ്റെ ഈ വീഡിയോ തുടങ്ങുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു കല്യാണം നടക്കുന്നത്. ഇത് കല്യാണ പെണ്ണാണ്. നല്ല രസമല്ലേ അവരുടെ ഡ്രസ്സ്, മയിലും കാര്യങ്ങളൊക്കെ ഉള്ള ഗംഭീര കോസ്റ്റ്യൂമായിരുന്നു. ജസ്റ്റ് ഞാൻ അതും ഷൂട്ട് ചെയ്തിരുന്നു. പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ലഞ്ചാണ്. ലഞ്ചും സെയിം എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ്. തന്തൂരി ചിക്കൻ, ന്യൂഡിൽസ്, ഫിഷ്, ചിക്കൻ്റെ ഒരു കറി. കൊള്ളാം. അങ്ങനെ ഞങ്ങളുടെ 2 ദിവസത്തെ താമസത്തിന് ശേഷം ഞങ്ങൾ ക്രൂസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങണം. ഞങ്ങൾ കൊച്ചിയിലെത്തി. നമ്മൾ രാവിലെ തന്നെ 8-9 മണിയാകുമ്പോഴേക്കും എത്തി. ഇവർ ഇറങ്ങുന്നതിന് ഓരോരോ കൃത്യമായിട്ടുള്ള വഴികൾ പറയും. ആ വഴികളിലൂടെയാണ് നമ്മൾ ഇറങ്ങേണ്ടത്. ഒരു ഷിപ്പിലാണെങ്കിലും വളരെ കൃത്യമായിട്ടുള്ള പ്ലാനുകളുണ്ട്. ഈ 2 ലിഫ്റ്റുകൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സോ അവർ പറയണ പോലെ നമ്മളതിൽ കയറി ഇറങ്ങി, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്ലാൻ. വളരെ ചിട്ടയോടുകൂടി ചെയ്യുന്നൊരു കാര്യങ്ങളാണ്. എന്നാൽ മാത്രമേ ഇത്രയും പേരെ ഇറങ്ങി പോകാനും അതേപോലെ തന്നെ നെക്സ്റ്റ് ലെവൽ ആൾക്കാർ കയറാനും ഒക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ജസ്റ്റ് ടെർമിനലിൻ്റെ അകം ആണ് കേട്ടോ. അടിപൊളിയാണ്. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. ഒരുപാട് ഷിപ്പുകൾ വരുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാനും ആൾക്കാർക്കൊക്കെ വിദേശികളൊക്കെ വരുമ്പോൾ കൊള്ളാലോ കേരളം എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ടെർമിനൽ. ഇതാണ് നമ്മളുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ. അടിപൊളിയാട്ടോ, നല്ലൊരു ടെർമിനൽ കാണുമ്പോൾ. കാരണം ബോംബെയിലൊക്കെ വളരെ മോശമായിരുന്നു. ഇതാണ് നമ്മളുടെ ഷിപ്പ് ഇങ്ങനെ കൊച്ചിയിലെത്തി. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് എല്ലാവരും വളരെ സിമ്പിളായിട്ട് ഇറങ്ങി. നമ്മൾ വിചാരിച്ച അത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചത് കുറച്ച് സമയമെടുക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ അതൊന്നും എടുക്കാണ്ട് വളരെ ഈസി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നടന്നിറങ്ങുന്നുണ്ട്. ഇതെന്താ ഗുണം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ലതാണ്.
പിന്നെ അതേപോലെ തന്നെ ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ആയിട്ടില്ല, നേരത്തെ ഇറങ്ങി. നമ്മൾ 9 മണിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് 8 മണി ആയപ്പോഴത്തേനും തന്നെ ഇറങ്ങി. സോ നമ്മളുടെ ബസ് 9 മണിയായിരുന്നു, 8:30 ആക്കി. അതേപോലെ തന്നെ ഈ ക്രൂസ് ട്രിപ്പിന് നമുക്ക് സപ്പോർട്ട് ചെയ്ത് തന്നത് നമ്മളുടെ X8 എന്ന് പറഞ്ഞിട്ട് X8ൻ്റെ X8 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷാരോണിൻ്റെ പുതിയ കമ്പനിയാണ്. ഷാരോണും ഒക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു കമ്പനിയാണ്. സോ ഞാൻ ഫോൺ നമ്പറും ഡീറ്റെയിൽസ് കൊടുക്കാം, അവരെ വിളിച്ചാൽ മതി. ഷാരോൺ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തരും. അതുപോലെ ഇതിൻ്റെ പാക്കേജ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. സോ ഇത്രയൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളൂ. നല്ലൊരു ട്രിപ്പായിരുന്നു, 2 ദിവസം അടിച്ചു പൊളിക്കാം. ഷിപ്പ് മൊത്തത്തിൽ കൊള്ളാം കേട്ടോ, ഫാമിലിയായിട്ട് നല്ല തകർക്കാൻ പറ്റുന്നതാണ്. കുറച്ച് ഏജായ പിള്ളേരൊക്കെ ആണെങ്കിൽ അവരവരുടേതായ രീതിയിലുള്ള എൻജോയ്മെൻറ്റും പരിപാടികളും ഗെയിംസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഡേവിഡി ടെയിൽ ടോക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. എൻ്റെ ബാക്കിൽ കിടക്കുന്നത് കൊടിയിലിയ എന്ന് പറയുമ്പോൾ വലിയൊരു ഷിപ്പാണ്. ഇനി നമ്മൾ പോകാൻ പോണത് റോയൽ കരീബിയനിലായിരിക്കും. ചുമ്മാട്ട് വെറുതെ ഒരു ജാടയ്ക്ക് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ വേറൊന്നും പറയാനില്ല. ടാറ്റ, ബൈ.